എല്ലാവർക്കും നമസ്കാരം. ടീച്ചേഴ്സ് മെന്റേഴ്സ് യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിലെത്തിയിരിക്കുന്നത് കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട PSC പരീക്ഷകൾക്കും മറ്റു പരീക്ഷകൾക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോവുമായിട്ടാണ്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇത്തരം ചെറിയ ചെറിയ ടോപ്പിക്ക്, എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്ക്, ഒരു മാർക്ക് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ കിട്ടാൻ സഹായിക്കുന്ന ടോപ്പിക്കുകളുടെ ക്ലാസ്സുകൾ ഞാൻ നിങ്ങൾക്ക് നിരന്തരമായിട്ട് നൽകുന്നതായിരിക്കും. ഇത്തരത്തിലുള്ള വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും കമന്റ് ബോക്സിലൂടെ അത് അറിയിക്കുകയും ചെയ്യുക. ഓരോ ടോപ്പിക്കുകൾ കമന്റ് ബോക്സിൽ പറഞ്ഞാൽ ആ ടോപ്പിക് അനുസരിച്ചുള്ള വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഒട്ടും സമയം കളയാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇന്നത്തെ ടോപ്പിക്ക് യൂറോ കപ്പ് 2024 യൂറോ കപ്പുമായി ബന്ധപ്പെട്ട് PSC ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ ചോദ്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോമായിരിക്കും ഇത്. യൂറോ കപ്പിനെ കുറിച്ച് എന്ത് ചോദിച്ചാലും നമുക്ക് ഒരു മാർക്ക് പോലും നഷ്ടപ്പെടരുത് എന്ന ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ആദ്യമായിട്ട് 2024 യൂറോ കപ്പ് ജേതാക്കൾ സ്പെയിനാണ്. 2024 യൂറോ കപ്പ് ജേതാക്കൾ ആരായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സ്പെയിനാണ് ആ ഒരു യൂറോ കപ്പിൽ വിജയിച്ചിട്ടുള്ളത്. ഇനി റണ്ണറപ്പ്, ഫൈനലിലെ സ്പെയിനിന്റെ എതിരാളി ആരാണ് എന്നുള്ളതാണ്. ഇംഗ്ലണ്ട് ആയിരുന്നു സ്പെയിനിന്റെ എതിരാളി. അപ്പൊ ഇംഗ്ലണ്ടും സ്പെയിനും തമ്മിലാണ് ആ ഒരു യൂറോ കപ്പ് ഫൈനൽ മത്സരം നടന്നിട്ടുള്ളത്. ഇതില് ഇംഗ്ലണ്ട് ജയിക്കുകയും സ്പെയിൻ ജയിക്കുകയും ഇംഗ്ലണ്ട് തോക്കുകയും ചെയ്തു. അങ്ങനെ സ്പെയിൻ ഈ ഒരു യൂറോ കപ്പിന്റെ ജേതാക്കളാവുകയും റണ്ണറപ്പായിട്ട് ഇംഗ്ലണ്ട് മാറുകയും ചെയ്തു എന്നുള്ളതാണ് നമ്മൾ അവിടെ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. ഇനി യൂറോ കപ്പ് 2024 എവിടെ നടന്നു എന്ന് ചോദിച്ചാൽ ജർമ്മനിയിലാണ് യൂറോ കപ്പ് 2024 നടന്നത്. 2020 വേദി എന്ന് പറയുന്നത് ജർമ്മനിയാണ് എന്നുള്ളത് അവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്തതായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ടൂർണമെന്റിലെ മികച്ച താരം ആരാണ് എന്നുള്ളതാണ്. സ്പെയിനിന്റെ റോഡ്രിയാണ് ടൂർണമെന്റിലെ മികച്ച താരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പൊ ഈ ഒരു യൂറോ കപ്പ് 2024 ഏറ്റവും മികച്ച കളിക്കാരനായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ റോഡ്രിയാണ്. ഈ വർഷത്തെ ബാലൻഡോർ പുരസ്കാരവും ലഭിച്ചിട്ടുള്ളത് റോഡ്രിക്കാണ് എന്നുള്ളതും കൂടെ നമുക്ക് അവിടെ ഓർത്തിരിക്കാം. ഇനി അടുത്തതായിട്ടുള്ള ഒരു ഇമ്പോർട്ടന്റ് കാര്യം എന്ന് പറയുന്നത് മികച്ച യുവതാരമാണ്. ആ ഒരു ടൂർണമെന്റിലെ ഏറ്റവും മികച്ച പ്രകടനം പുറത്തെടുത്ത യുവതാരം ആര് എന്നുള്ളതാണ്. അത് സ്പെയിനിന്റെ ലാമിൻ യമാലാണ് ഈ ഒരു യൂറോ കപ്പ് 2024 ഏറ്റവും മികച്ച യുവതാരമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്നുള്ളതും കൂടെ അവിടെ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഓർത്തിരിക്കുക. നമ്മളിപ്പോ നിലവില് 5 കാര്യങ്ങൾ പറഞ്ഞു. ഏതൊക്കെയാണ് 5 കാര്യങ്ങൾ? ഈ ഒരു യൂറോ കപ്പിലെ ജേതാവ് സ്പെയിനാണ്, യൂറോ കപ്പ് വിന്നേഴ്സ് സ്പെയിനാണ്, റണ്ണറപ്പ് ഇംഗ്ലണ്ട് ആണ്, വേദി ജർമ്മനി ആയിരുന്നു, ടൂർണമെന്റിന്റെ മികച്ച താരം ആരാണെന്ന് ചോദിച്ചാൽ അത് റോഡ്രി ആയിരുന്നു, സ്പെയിൻ രാജ്യക്കാരൻ തന്നെയാണ്. ശേഷം മികച്ച യുവതാരം ആരാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് സ്പെയിനിന്റെ തന്നെ ലാമിൻ യമാലാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി നമ്മൾ അടുത്ത ഒരു വിഭാഗത്തിലേക്ക് കടക്കുകയാണ്. മികച്ച ഗോൾ കീപ്പർ മൈക്ക് മെഗ്നൻ ആണ്. മികച്ച ഗോൾ കീപ്പർ മൈക്ക് മെഗ്നൻ എന്ന് പറയുന്നത് ഫ്രാൻസിലെ ഒരു ഗോൾ കീപ്പറാണ്. അപ്പൊ മികച്ച ഗോൾ കീപ്പർ എന്ന് പറയുന്നത് മൈക്ക് മെഗ്നൻ ഏത് രാജ്യക്കാരനാണ് എന്ന് ചോദിച്ചാൽ ഫ്രാൻസ് രാജ്യക്കാരനാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി ഗോൾഡൻ ബൂട്ട് ഒരുപാട് പേര് പങ്കിട്ടെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിന്റെ ഇമ്പോർട്ടൻസ് വളരെ കുറവായിരിക്കും. ഗോൾഡൻ ബൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ കളിക്കാരുടെ ലിസ്റ്റാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഒരേ ഗോള് എണ്ണം നേടിയത് കൊണ്ട് തന്നെ അന്ന് ഗോൾഡൻ ബൂട്ട് ഷെയർ ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അതില് അതൊന്ന് വായിച്ച് കൃത്യമായിട്ട് പോവുക എന്നുള്ളതേ ഉള്ളൂ. കോഡി ഗാഗോ,
ഹാരി കെയ്ൻ ഇംഗ്ലണ്ടിലത്തെ കളിക്കാരനാണ്. ഡാനി ഓൾമോ സ്പെയിനത്തെ കളിക്കാരനാണ്. ജമാൽ മുസിയാല, ഇവാൻ സ്കാൻസ്, ജോർജ് മിക്വാ ടാഡ്സെ എന്നിവരാണ് ഈ ഗോൾഡൻ ബൂട്ട് ഷെയർ ചെയ്തിട്ടുള്ളത്. അതൊന്ന് കൃത്യമായിട്ട് അവരുടെ പേരൊന്ന് ഓർത്തു വെക്കാൻ മാത്രം ശ്രമിക്കുക. നമുക്കൊന്നുകൂടെ പേര് പറയാം. കോഡി ഗാഗോ നെതർലാൻഡുകാരനാണ്. ഹാരി കെയ്ൻ ഇംഗ്ലണ്ടുകാരനാണ്. ഡാനി ഓൾമോ സ്പെയിൻകാരനാണ്. ജമാൽ മുസിയാല ജർമ്മനി. ഇവാൻ സ്കാൻസ് സ്ലോവാക്യ. ജോർജ് മിക്വാ ടാഡ്സെ ജോർജിയ. അപ്പൊ ഇത്രയും പേരാണ് നമ്മുടെ ഗോൾഡൻ ബൂട്ട് ഷെയർ ചെയ്തിട്ടുള്ളത് എന്നുള്ളതും കൂടെ അവിടെ ഒന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്ത ഭാഗങ്ങളിലേക്ക് നമുക്ക് നോക്കാം. 2024 യൂറോ കപ്പ് ഫുട്ബോൾ മത്സരത്തിന്റെ ഭാഗ്യചിഹ്നം ആൽബർട്ട് എന്ന ടെഡ്ഡി ബെയർ ആയിരുന്നു. 2024 യൂറോ കപ്പ് ഫുട്ബോൾ മത്സരത്തിന്റെ ഭാഗ്യചിഹ്നം ആൽബർട്ട് എന്ന ടെഡ്ഡി ബെയർ ആണ്. 2024 യൂറോ കപ്പ് ഫുട്ബോൾ മത്സരത്തിന്റെ ഭാഗ്യചിഹ്നം ആൽബർട്ട് ടെഡ്ഡി ബിയർ ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് 2024 യൂറോ കപ്പ് ഫുട്ബോൾ മത്സരത്തിന്റെ ഔദ്യോഗിക പന്ത് ഏതായിരുന്നു എന്നുള്ളത്. ഉസ്പാലിബ് എന്നാണ് നമുക്കിത് വായിക്കാൻ പറ്റിയ. ഇതൊരു ജർമ്മൻ വാക്കാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രൊണൗൺസിയേഷനിൽ എനിക്ക് ചെറിയ സംശയം ഉണ്ടെങ്കിലും നമ്മളത് ഉസ്ബാലിബെ തുടങ്ങിയ ഒരു പ്രൊണൗൺസിയേഷനൊക്കെ ഉപയോഗിച്ച് നമുക്ക് അത് ഓർത്തു വെക്കാം. അപ്പൊ അത് എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് 2024 യൂറോ കപ്പ് ഫുട്ബോൾ മത്സരത്തിന്റെ ഔദ്യോഗിക പന്തായിരുന്നു എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പൊ നമുക്ക് ഏതൊക്കെയാണ് ഒന്നുകൂടെ ഒന്ന് പറയാം. 2024 യൂറോ കപ്പ് ഫുട്ബോൾ മത്സരത്തിന്റെ ഭാഗ്യചിഹ്നം ആൽബർട്ട് എന്ന ടെഡ്ഡി ബെയർ ആയിരുന്നു. ഇനി ആ ഒരു ഔദ്യോഗിക പന്ത് ഏതാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉസ്ബാലിബി അങ്ങനെയായിരിക്കും. നിങ്ങൾ ആ ഒരു പ്രൊനൗൺസിയേഷൻ ഒന്ന് ഗൂഗിൾ ചെയ്തിട്ട് നോക്കുക. ജർമ്മൻ ഭാഷയിൽ ഫുട്ബോളിന്റെ സ്നേഹം എന്നാണ് ഈ ഒരു വാക്കിന്റെ അർത്ഥം. ജർമ്മൻ ഭാഷയിൽ ഫുട്ബോളിന്റെ സ്നേഹം എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം. ഇനി അടുത്ത 2-3 പ്രധാനപ്പെട്ട കാര്യങ്ങളും കൂടിയാണ് നമ്മൾ പറയുന്നത്. യൂറോ കപ്പ് ഫുട്ബോൾ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം, യൂറോ കപ്പിൽ ഗോൾ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം, അത് രണ്ടും സ്പെയിനിന്റെ ലമീൻ യമാൽ ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. എന്തൊക്കെ കാര്യങ്ങളാണ്? യൂറോ കപ്പ് ഫുട്ബോൾ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിലും ലാമിൻ യമാൽ ആണ്. അതേപോലെ തന്നെ യൂറോ കപ്പിൽ ഗോൾ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ആളാരാന്ന് ചോദിച്ചാലും ലാമിൻ യമാൽ ആണ്. യൂറോ കപ്പ് ഫുട്ബോൾ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരവും ലാമിൻ യമാൽ ആണ്. യൂറോ കപ്പിൽ ഗോൾ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരവും ആരാണ്? ലാമിൻ യമാൽ തന്നെയാണ് എന്നുള്ളത് അവിടെ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. യൂറോ കപ്പിൽ കളിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ താരം പോർച്ചുഗലിന്റെ പെപ്പെയാണ്. യൂറോ കപ്പിൽ കളിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ താരം ആരാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പോർച്ചുഗലിന്റെ പെപ്പെയാണ്. യൂറോ കപ്പിൽ കളിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ താരം പെപ്പെ, പോർച്ചുഗൽ. കൃത്യമായിട്ട് മനസ്സിലാക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ എന്തായിരുന്നു? യൂറോ കപ്പ് ഫുട്ബോൾ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരവും അതേപോലെ തന്നെ ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ ഗോൾ നേടുന്ന താരവും ലാമിൻ യമാൽ ആയിരുന്നു. അടുത്ത ഒരു കാര്യം പറയുകയാണെങ്കിൽ യൂറോ കപ്പിൽ കളിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ താരം ആരാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് പെപ്പെയാണ്. പോർച്ചുഗലിന്റെ പെപ്പെയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഏറ്റവും കൂടുതൽ യൂറോ കപ്പ് ടൂർണമെന്റിൽ കളിച്ച താരം ആരാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ക്രിസ്ത്യാനോ റൊണാൾഡോ ആണ്. ഏറ്റവും കൂടുതൽ യൂറോ കപ്പ് ടൂർണമെന്റുകളിൽ കളിച്ച താരം ക്രിസ്ത്യാനോ റൊണാൾഡോ. 6 യൂറോ കപ്പ് ടൂർണമെന്റുകളിൽ നമ്മുടെ ക്രിസ്ത്യാനോ റൊണാൾഡോ കളിച്ചിട്ടുണ്ട്. അപ്പൊ ഏറ്റവും പ്രായം കൂടിയ കഴിഞ്ഞ യൂറോ കപ്പിൽ കളിച്ചത് ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് പെപ്പെയും. ഏറ്റവും കൂടുതൽ യൂറോ കപ്പ് ടൂർണമെന്റുകളിൽ കളിച്ചിട്ടുള്ള താരം ആരാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് എന്നുള്ളതും കൂടെ അവിടെ ഓർത്തിരിക്കുക. യൂറോ കപ്പിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ താരവും റൊണാൾഡോ ആണ്. അങ്ങനെ ഒരു ചോദ്യം വന്നിട്ടുണ്ട്, അതും നമുക്ക് പ്രതീക്ഷിക്കാം. അതും കൂടെ അപ്പൊ ഏറ്റവും കൂടുതൽ യൂറോ കപ്പുകളിൽ പങ്കെടുത്ത റൊണാൾഡോ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഗോൾ നേടിയിട്ടുള്ള താരം എന്ന് കൂടി നമ്മൾ അവിടെ ഓർത്തു വെക്കുക.
യൂറോ കപ്പിൽ ഗോൾ നേടിയ ഏറ്റവും പ്രായം കൂടിയ താരം ആരാണെന്ന് ചോദിച്ചാൽ ക്രൊയേഷ്യയുടെ ലൂക്ക മോഡ്രിച്ച് ആണ്. യൂറോ കപ്പിൽ ഗോൾ നേടിയ ഏറ്റവും പ്രായം കൂടിയ താരം ക്രൊയേഷ്യയുടെ ക്യാപ്റ്റൻ ആയിട്ടുള്ള ലൂക്ക മോഡ്രിച്ച് ആണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ യൂറോ കപ്പിൽ നിന്ന് PSCക്കും മറ്റു പ്രധാനപ്പെട്ട പരീക്ഷകൾക്കൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ എന്ന് ഞാൻ കരുതുന്നത്. ഏതെങ്കിലും പോയിന്റ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള മറ്റ് ടോപ്പിക്കുകളുടെ ക്ലാസ്സും കൂടെ ആവശ്യമാണെങ്കിൽ ടോപ്പിക് സ്പെസിഫൈ ചെയ്ത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ സപ്പോർട്ട് അറിയിക്കാൻ വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടിയിടുക. അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.